ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 14-ാം അധ്യായം 33-ാം വാക്യം. തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ നിങ്ങളിലാർക്കും എൻ്റെ ശിഷ്യനാവുക സാധ്യമല്ല. ഈശോയുടെ ശിഷ്യനാകണമെങ്കിൽ, അവൻ്റെ മകനാകണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? ഉപേക്ഷിക്കാനായിട്ട് സാധിക്കണം എന്ന് ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയല്ലേ. നമുക്കറിയാം, ഈ ഉപേക്ഷിക്കലുകൾ എന്ന് പറയുന്നത് എപ്പോഴും വേദന നിറഞ്ഞ ഒന്നാണ് അല്ലേ. ഇഷ്ടമുള്ള ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കാനായിട്ട് പറയുമ്പോൾ ഭയങ്കര പ്രയാസമാണ്. നമ്മൾ എന്തൊക്കെയാണ് ഉപേക്ഷിക്കുന്നത്? നമ്മളറിയാം, ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഉപേക്ഷിക്കും അല്ലേ. ആർക്കു വേണ്ടിയാണ് ഉപേക്ഷിക്കുന്നത്? ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി. നമ്മളൊരാളെ സ്നേഹിച്ചാൽ അവർക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കാറുണ്ട് അല്ലേ. പ്രധാനമായിട്ടത് അപ്പനും അമ്മയും, അവിടെ ഇഷ്ടങ്ങൾ പലതും അവർ ഉപേക്ഷിക്കും. എന്തിനു വേണ്ടിയാ? തൻ്റെ മക്കൾക്ക് വേണ്ടി. കാരണം ആ ഇഷ്ടപ്പെടൽ ആർക്കു വേണ്ടിയാ? മക്കൾക്ക് വേണ്ടിയാ. മക്കളെ ഒത്തിരിയേറെ സ്നേഹിക്കുമ്പോൾ അവർക്ക് വേണ്ടി ഉപേക്ഷിക്കുവാനായിട്ട് തയ്യാറാണ്. ഇതേപോലെ തന്നെയാണ് എൻ്റെ ഈശോ ഇന്ന് എന്നോട് പറയുന്നത്, നീ എൻ്റെ മകനായിട്ട് ജീവിക്കണമെങ്കിൽ, എൻ്റെ ശിഷ്യനായിട്ട് ജീവിക്കണമെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ കുറേയേറെ കാര്യങ്ങൾ ഉപേക്ഷിക്കാനായിട്ട് പറ്റണം. എന്താണ് ഏറ്റവും പ്രധാനം? ഞാനെന്ന ഭാവം. നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് വെടിയണം. ആരുടെ കൈ കൊടുക്കണം? ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാനായിട്ട് എനിക്ക് സാധിക്കണം. എന്നെ തന്നെ പൂർണ്ണമായിട്ട് ഈശോയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ശിഷ്യനായിട്ട്, അവൻ്റെ മകനായിട്ട് മാറുന്നത്. പക്ഷെ പലപ്പോഴും ഇന്ന് ഉപേക്ഷിക്കാനായിട്ട് കുറച്ചൊക്കെ ഉപേക്ഷിക്കും. ഭാഗികമായ ഉപേക്ഷകൾ മാത്രമേ നടക്കുന്നുള്ളൂ. ഈശോയ്ക്ക് വേണ്ടത് ഭാഗികമായിട്ട് ഉപേക്ഷിച്ചിട്ട് ഒരു പ്രയോജനമില്ല കേട്ടോ. ഈശോ ആഗ്രഹിക്കുന്നത് പൂർണ്ണമായ ഉപേക്ഷിക്കലുകളാണ്. നിന്റെ ജീവിതത്തിൽ പൂർണ്ണമായിട്ട് നിന്നെ തന്നെ വെടിയുവാനായിട്ട്, സ്വാർത്ഥത വെടിയുവാനായിട്ട്, ഞാനെന്ന ഭാവം വെടിയുവാനായിട്ട് എനിക്ക് സാധിക്കുമ്പോഴാണ് എനിക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി നിന്ന് അവൻ്റെ മകനായിട്ട്, അവൻ്റെ ശിഷ്യനായിട്ട് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് സാധിക്കത്തുള്ളൂ. പക്ഷേ ഈ ഭാഗികമായിട്ട് വെടിയുമ്പോഴൊന്നും ഈ ഒരു സന്തോഷവും ഈ സമാധാനവും എനിക്ക് കിട്ടത്തില്ല. പൂർണ്ണമായിട്ട് വെടിയണം. ഇടയ്ക്കൊക്കെ നമ്മൾ ഇരുന്ന് ആത്മശോധന ചെയ്യണം. എൻ്റെ ദൈവത്തിന് വേണ്ടി ഞാൻ എന്താ ഉപേക്ഷിച്ചത്? ദൈവസന്നിധിയിൽ വന്ന് ഇഷ്ടംപോലെ കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ, ഇഷ്ടംപോലെ അനുഗ്രഹങ്ങൾ എൻ്റെ ദൈവം തരുന്നുണ്ട്. എന്നെ അത്രയേറെ എൻ്റെ ദൈവം സ്നേഹിക്കുന്നുണ്ടല്ലേ. തൻ്റെ പുത്രൻ്റെ അവസാന തുള്ളി രക്തം വരെ ചിന്തി എന്നെ അവൻ രക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ദൈവത്തിന് വേണ്ടി എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്താണ് ഉപേക്ഷിച്ചത്? എൻ്റെ സ്വാർത്ഥത ഉപേക്ഷിക്കാൻ പറ്റുന്നുണ്ടോ? എൻ്റെ ഇഷ്ടങ്ങൾ മാറ്റിവെക്കാൻ പറ്റുന്നുണ്ടോ? ഈ ലോകസുഖങ്ങളുടെ പിന്നാലെ ഓടുന്ന ഞാനാണെങ്കിൽ അവ മാറ്റിവെക്കാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ടോ? ഇവയൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എന്നിട്ടും എൻ്റെ ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് എനിക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അവൻ്റെ ശിഷ്യനായിട്ട്, അവൻ്റെ മകനായിട്ട് ഞാൻ മാറണമെങ്കിൽ, സ്നേഹമുള്ളവരെ, പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കണം. എന്നെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാനായിട്ട് എനിക്ക് സാധിക്കണം. ഈ സമർപ്പണം പൂർണ്ണമാകുമ്പോൾ അവിടെ ദൈവം ഒത്തിരിയേറെ നന്മകളും അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യും. അതുകൊണ്ട് നമുക്കിന്ന് ആത്മശോധന ചെയ്യാം. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഉപേക്ഷിക്കുവാനായിട്ട് എനിക്ക് അവൻ്റെ മകനായിട്ട്, ശിഷ്യനായിട്ട് തുടരുവാനായിട്ടുള്ള യോഗ്യത എനിക്കുണ്ടോ? യോഗ്യത നേടണമെങ്കിൽ ഉപേക്ഷിക്കുവാനായിട്ട് നമ്മൾ തയ്യാർ. അതുകൊണ്ട് നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുവാനായിട്ട്, സ്വാർത്ഥത വെടിയുവാനായിട്ട്, ഞാനെന്ന ഭാവം പൂർണ്ണമായിട്ട് വെടിഞ്ഞുകൊണ്ട് ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുവാനായിട്ട്, അവന് ഇഷ്ടപ്പെട്ട, അവന് പ്രിയപ്പെട്ട മകനായിട്ട്, അവൻ്റെ ശിഷ്യനായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.